ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വാട്ടായിട്ടിൻ്റെ ഡേ ആണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ഇടിയപ്പം ചെറുപയർ കറിയായിരുന്നു. ഇടിയപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരുന്നു, നല്ല നൂല് പോലത്തെ ഇടിയപ്പം. അതും ചെറുപയർ കറിയൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചക്കത്തേക്ക് നല്ല ചാള തിളപ്പിച്ചതും ചാള വറുത്തതും പിന്നെ വേറൊരു മീൻകറിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ മീനിൻ്റെ മണം കിടുമ്പോൾ പൂച്ച വന്ന പോലത്തെ വറുത്തമീൻ്റെ മണം കേട്ടപ്പോഴേക്കും അത് ഓടി വന്നു. എന്നിട്ട് എൻ്റെ നിന്ന് കുറച്ച് വറുത്തമീനൊക്കെ വാങ്ങിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് അങ്ങനെ മീനൊക്കെ കൂട്ടി കഴിച്ചു. പച്ച കൊച്ചുകളായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറിക്ക്. ഈവനിങ് ആയപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി. പാലും മുട്ടയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ബ്രെഡ് മുക്കി പൊഴിച്ചിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി പാലും ഹോർലിക്സൊക്കെ ഇട്ട് അതും കുടിച്ചു. കുറേ നാളായിട്ട് ഞാൻ പാലിങ്ങനെ കുടിച്ചിട്ട് ഞാൻ കഫക്കെട്ട് വന്നുകൊണ്ട് കുടിക്കാണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് വിശപ്പ് കിട്ടാണ്ടായപ്പോൾ ഒരു ഇച്ചിരി മിച്ചറും കൂടി എടുത്ത് കഴിച്ചു. സാധാരണ എനിക്ക് മിച്ചറൊക്കെ കാണുമ്പോൾ കഴിക്കാനായിട്ട് ഒരു ആകാംക്ഷ ഇങ്ങനെ ഒരു ആക്രാന്തം വരില്ല, അതേപോലെയാണ്. പിന്നെ അതാ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും പുലാണിയത്തിന് പോയിന്ന്. അങ്ങനെ പുലാണിയത്തിന് പോയിട്ട് പോണ വഴിക്ക് തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റ് കഴിച്ചു. അപ്പോൾ ഞാൻ നെയ് റോസ്റ്റ് കഴിച്ചു, അവരൊക്കെ മസാല ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് നെയ് റോസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പുലാണിയത്തിന് പോയാലും അതേപോലെ ഉത്സവത്തിന് പോയാലും ബജ്ജി മസ്റ്റാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് 2 തരം ബജ്ജിയും കഴിച്ചു. കോളിഫ്ലവറിൻ്റെ നോർമൽ ബജ്ജിയായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഗോബി മഞ്ചൂരിയനേക്കാളും ടേസ്റ്റ് നോർമൽ ബജ്ജിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാട്ടായിട്ടിൻ്റെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റ ബൈ.